മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളതും ഇളയവരെ സ്നേഹിക്കുക എന്നുള്ളതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. പ്രായത്തെ മാനിച്ചതിന് മഹാനായ അലി റളിയല്ലാഹുവിന് ലഭിച്ച അംഗീകാരത്തിൻ്റെ ഒരു കഥ പറയാം. മസ്ജിദ് നബവിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് കൊടുത്തു. നിദ്രയിലായിരുന്ന അലി റളിയല്ലാഹു വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് അംഗശുദ്ധി വരുത്തി അതിവേഗം പള്ളി ലക്ഷ്യമാക്കി നടന്നുപോയി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുന്നിലൊരു വൃദ്ധൻ നടന്നു പോകുന്നത് അലി റളിയല്ലാഹു കണ്ടു. വേച്ചുകൊണ്ടാണ് വൃദ്ധൻ നടക്കുന്നത്. വളരെ ഇടുങ്ങിയ വഴിയിൽ രണ്ടു പേർക്ക് ഒരേ സമയം നടക്കാൻ കഴിയില്ല. വളരെ സാവധാനം വേച്ചുകൊണ്ടാണ് വയസ്സായ ആ മനുഷ്യൻ നടന്നു പോകുന്നത്. ഈ സമയം പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയിരുന്നു. ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് അലി റളിയല്ലാഹു ആശങ്കപ്പെട്ടു. പക്ഷേ എന്തു ചെയ്യും? ഒരു വയസ്സായ മനുഷ്യനല്ലേ മുന്നിൽ കൂടെ നടക്കുന്നത്. പ്രായക്കൂടുതൽ കാരണം അയാൾ മെല്ലെയാണ് നടന്നു പോകുന്നത്. ഏതായാലും വൃദ്ധനായ ആ മനുഷ്യനെ മാനിക്കുക തന്നെ. അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ പിറകിൽ മെല്ലെ നടന്നകന്നു. പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ വൃദ്ധൻ മെല്ലെ വഴി മാറി നടക്കുന്നതാണ് അലി റളിയല്ലാഹു കണ്ടത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോഴും പള്ളി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ജമാഅത്ത് നടക്കുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ജമാഅത്ത് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇൽ തന്നെ നിൽക്കുകയായിരുന്നു. വേഗത്തിൽ ചെന്ന് അലി റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ റുകൂഇൽ പ്രവേശിച്ചു. നിസ്കാരം കഴിഞ്ഞ് അലി റളിയല്ലാഹു ഈ വിഷയത്തെക്കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബിയെ, അങ്ങ് റുകൂഅ് ഇത്രമാത്രം ദീർഘിപ്പിക്കാനുള്ള കാരണം എന്താണ്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. പതിവ് പോലെ ഞാൻ റുകൂഅിൽ നിന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ മുതുകിൽ അദ്ദേഹത്തിൻ്റെ ചിറക് വെച്ചുകൊണ്ട് എന്നെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചിറകെടുത്തപ്പോഴാണ് എനിക്ക് റുകൂഅിൽ നിന്ന് ഉയരാൻ സാധിച്ചത്. ഈ ഒരു കഥ കേട്ട് സ്വഹാബികൾ ആശങ്കാകുലരായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് ജിബ്രീലിനോട് ചോദിച്ചിട്ടില്ല. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വരികയും നടന്ന കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു താങ്കളോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നിരുന്നു. അപ്പോൾ മുമ്പിൽ ഒരു വൃദ്ധൻ നടന്നു നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും വയസ്സ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ മറികടക്കാൻ അലി റളിയല്ലാഹു തുനിഞ്ഞതുമില്ല. പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ വയസ്സായ മനുഷ്യൻ്റെ പിന്നിൽ ഇഴഞ്ഞു നീങ്ങിയാണ് മഹാനായ അലി റളിയല്ലാഹു പള്ളിയിൽ എത്തിച്ചേർന്നത്. വൃദ്ധനെ മാനിച്ച് അങ്ങനെ ചെയ്ത അദ്ദേഹത്തിന് സമ്പൂർണ്ണ ജമാഅത്ത് നഷ്ടപ്പെടരുതെന്ന് കരുതി അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചതാണ്. ഇതായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മറുപടി.